ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം കാഡക്സിയുടെ യൂട്യൂബ് ചാനലിലേക്ക്. ഓട്ടോകാഡ് ട്യൂട്ടോറിയൽ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ് കമാൻഡ് ഏരിയ എന്നുള്ളതാണ്. കമാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഓരോ ടൂൾസിനുമുള്ള ഷോർട്ട് കീകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, കമാൻഡുകൾ എന്ന് വിളിക്കുക. അങ്ങനെയുള്ള കമാൻഡുകൾ ടൈപ്പ് ചെയ്യുന്ന ഏരിയയാണ് അല്ലെങ്കിൽ സ്ഥലത്തെയാണ് എന്ത് വിളിക്കുക, കമാൻഡ് ഏരിയ എന്ന് പറയാ. ഈ ഭാഗമാണ് കമാൻഡ് ഏരിയ. ഇവിടെ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് യൂണിറ്റ്, ലിമിറ്റ് എന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളെയാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ, നിങ്ങൾക്കറിയാം. ഒരു ഡ്രോയിങ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏത് അളവിൽ വരക്കണം എന്നുള്ളതിനാണ് നമ്മൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഏത് അളവ് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ യൂണിറ്റിന്റെ കമാൻഡ് പഠിക്കുകയാണെങ്കിൽ UN ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. എന്താണ് യൂണിറ്റിന്റെ കമാൻഡ്? UN ആണ്. UN ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ ഡ്രോയിങ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഡെസിമൽ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് സിസ്റ്റം ആണ്. പ്രിസിഷൻ 0 കൊടുക്കുക. നമ്മൾക്ക് ഏത് യൂണിറ്റിലാണ് വരക്കേണ്ടത്? സെന്റിമീറ്ററിലാണെങ്കിൽ ഇവിടെ സെന്റിമീറ്റർ ക്ലിക്ക് ചെയ്യുക. മില്ലിമീറ്റർ ആണെങ്കിൽ ഇവിടുന്ന് മില്ലിമീറ്റർ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ ഈ ഡെസിമൽ യൂണിറ്റ് പറഞ്ഞ കൺസെപ്റ്റിനെ പറ്റി പറയുമ്പം ഇതിൽ മില്ലിമീറ്റർ, സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ തുടങ്ങിയ അളവുകളെയാണ് ഡെസിമൽ യൂണിറ്റിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് പറയാം. ഓക്കെ. ഇനി അതല്ല, ഇഞ്ച് ആൻഡ് ഫീറ്റിൽ വരയ്ക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവർ എന്താ ആക്കി കൊടുക്കണം? ഏത് യൂണിറ്റ് ആക്കി കൊടുക്കണം? എഞ്ചിനീയറിംഗ് യൂണിറ്റ് ആക്കി കൊടുക്കണം. സോ ഒന്നുകൂടെ പറയാം. ഫീറ്റ് ആൻഡ് ഇഞ്ചിൽ വരക്കുന്ന ആളാണെങ്കിൽ, ഡ്രോയിങ് വരയ്ക്കേണ്ടുന്ന ആളാണെങ്കിൽ ഇവിടെ എന്ത് യൂണിറ്റ് സെറ്റ് ചെയ്യുക? എഞ്ചിനീയറിംഗ്. അതുപോലെ മില്ലിമീറ്റർ, സെന്റിമീറ്റർ കൺസെപ്റ്റിലൊക്കെ വരക്കുന്ന ആളാണെങ്കിൽ ഡെസിമൽ യൂണിറ്റ് ആക്കുക. ഇവിടെ പറഞ്ഞതുപോലെ 0, അതുപോലെ ഇൻസേർഷൻ സ്കെയിൽ സെന്റിമീറ്റർ ആക്കുക. ക്ലിയർ? ദെൻ ഓക്കെ കൊടുക്കുക. ഇപ്പൊ യൂണിറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിമിറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ആണ്. ഡ്രോയിങ് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം. എന്താ ഡ്രോയിങ് ലിമിറ്റ് എന്ന് പറയുന്നത്? ഒരു ഡ്രോയിങ് ഏരിയ അല്ലെങ്കിൽ ഒരു ഷീറ്റ് സൈസ് എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് ലിമിറ്റ്. ഡ്രോയിങ് ലിമിറ്റ് എന്നാണ് പേര്. ഷോർട്ട് കീ ലിമിറ്റ്സ് എന്ന് യൂസ് ചെയ്താൽ മതി. ഇവിടെ LIMITS ലിമിറ്റ്സ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇവിടെ എന്താ പറയുന്നത്? സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണർ എന്നല്ലേ പറയുന്നത്. എന്താ ഈ ലോവർ ലെഫ്റ്റ് കോർണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പരാമർശിച്ചിട്ടുണ്ട്. XY എന്ന് പറയുന്ന ഈ ഒരു സംഭവം UCS ഐക്കൺ ആണ്. നമ്മൾ എന്ത് കാര്യങ്ങൾ വരയ്ക്കുന്നതും ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? UCS ഐക്കണിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ലോവർ ലെഫ്റ്റ് കോർണർ എന്ന് പറയുന്നത് XY ആണെന്ന് മനസ്സിലാക്കുക. ഇവിടെ 0,0 എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. എന്താ അതിന്റെ അർത്ഥം? 0 എന്ന് പറയുന്ന ഫസ്റ്റ് 0 എക്സിനെ റെപ്രസെന്റ് ചെയ്യുന്നതും സെക്കൻഡ് 0 വൈയെ റെപ്രസെന്റ് ചെയ്യുന്നതുമാണ്. അതായത് ഇതിന്റെ അർത്ഥം എക്സിൽ നിന്നും 0 ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ഈ ഒരു ലിമിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നും വൈയിൽ നിന്നും 0 ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ഈ ഒരു ലിമിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു റെക്റ്റാങ്കിളിന്റെ എക്സാക്ട് സെൻട്രൽ പോയിന്റിലായിരിക്കും ഈ നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഷീറ്റിന്റെ ലിമിറ്റിന്റെ സ്റ്റാർട്ട് പോയിന്റ് എന്നർത്ഥം. ഇവിടെ 0,0 തന്നെ നിങ്ങൾ വെക്കുക, എൻ്റർ ചെയ്യുക. അപ്പർ റൈറ്റ് കോർണർ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഇവിടുന്ന് നമ്മളൊരു ഷീറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റിലല്ലേ എൻഡ് ചെയ്യുക. അപ്പൊ ഇത് റൈറ്റ് ഭാഗമല്ലേ, റൈറ്റിന്റെ അപ്പർ കോർണർ ആയിരിക്കുമല്ലോ ഇത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ബേസിക്കലി പറഞ്ഞാൽ അതിന്റെ നീളവും വീതിയും ആണ് അപ്പർ റൈറ്റ് കോർണറിൽ നമ്മൾ കൊടുക്കേണ്ടത് ആ ഒരു ഷീറ്റിന്റെ. അപ്പൊ എത്രയാണ് നമ്മൾ കൊടുക്കേണ്ടത്? 1200,900 ആണ്. ഇത് ഞാൻ പ്രീവിയസ് ഡ്രോയിങ് ചെയ്ത് വെച്ചുകൊണ്ടാണ് കാണിക്കുന്നത്. അതായത് തൊട്ട് മുന്നേ ഇതേ പേജിൽ തന്നെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടാണ് 1200,900 കാണിക്കുന്നത് കേട്ടോ. 1200,900 നിങ്ങൾ സെറ്റ് ചെയ്യുക, എൻ്റർ ചെയ്യുക. Z എൻ്റർ, A എൻ്റർ കൊടുക്കുക. അതായത് Z എൻ്റർ, A എൻ്റർ എന്ന് പറയുമ്പോൾ സൂം ഓൾ എന്നാണ് അർത്ഥം. ആ പേജ് നമ്മൾ സൂം ചെയ്ത് വെച്ചു എന്നർത്ഥം. ക്ലിയർ? ഇനി നമ്മൾ ലൈൻ എന്ന് പറഞ്ഞ ടൂൾ എടുക്കുകയാണ്. L ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യും. അപ്പോ ഞാൻ എവിടെയെങ്കിലും സ്ക്രീനിൽ എവിടെയെങ്കിലും ഫസ്റ്റ് പോയിന്റ് ഞാൻ ക്ലിക്ക് ചെയ്യണം ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ചിട്ട്. അപ്പോൾ സ്പെസിഫൈ നെക്സ്റ്റ് പോയിന്റ് ചോദിക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു.
ഇപ്പൊ 2 പോയിന്റ് കൊടുക്കുമ്പം ഒരു ലൈൻ വന്നു, ഒരു ലൈൻ ക്രിയേറ്റ് ആയി. ഇവിടെ നെക്സ്റ്റ് പോയിന്റ് എന്ന് മാത്രമാണ് കമാൻഡ് ഏരിയയിൽ ഉള്ളത്, കൂടാതെ രണ്ടും കൂടി ഇരിപ്പുണ്ട്. ഞാൻ 3 പോയിന്റ് കൊടുക്കുമ്പോൾ എന്ത് വന്നു? ക്ലോസും കൂടെ വന്നു. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? മിനിമം 3 പോയിന്റ് ഉണ്ടെങ്കിലേ ഏത് ഓപ്ഷൻ വരത്തുള്ളൂ? ക്ലോസ്. ഇപ്പൊ എന്തായി ക്ലോസ് എന്ന് പറയുന്നത്? മൂന്നാമത്തെ പോയിന്റിൽ നിന്നും, അതായത് മൂന്നാമത്തെ പോയിന്റ് എടുത്ത് പറയണ്ട, ലാസ്റ്റ് പോയിന്റിൽ നിന്നും ഫസ്റ്റ് പോയിന്റിലേക്ക് ഒരു ലൈൻ വന്ന് ഫിഗർ ക്ലോസ് ചെയ്യുന്നതിനെയാണ് ക്ലോസ് എന്ന് പറയാം. ഞാനിവിടെ ക്ലോസിൽ ഒന്ന് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഫിഗർ ക്ലോസ് ആയി. ക്ലിയർ? ഇനി ഒന്നും കൂടെ നോക്കാം. 3 പോയിന്റ്. 3ൽ കൂടുതൽ എത്ര പോയിന്റ് വന്നാലും ക്ലോസ് അല്ലാണ്ട് എക്സ്ട്രാ ഓപ്ഷൻ വരാനില്ല എന്ന് മനസ്സിലാക്കുക. ഒന്ന് ക്ലോസ് കൊടുക്കുക. ക്ലിയർ? റെഡി അല്ലേ? അപ്പൊ ഇവിടെ അണ്ടു എന്താ ബ്രേക്കറ്റിൽ കണ്ടത്? അത് നമുക്ക് നോക്കാം. ഞാൻ ഇങ്ങനെ ഒബ്ജക്റ്റിനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. പണ്ടു എന്ന് പറയുന്നത് തൊട്ട് ബേക്കോട്ട് പോകാനാണ്. അപ്പൊ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ട് ബേക്കിലത്തെ പോയിന്റിലേക്ക് പോകുന്നുണ്ടോ? ഉണ്ടോ? അപ്പൊ ഏതുവരെ അണ്ട് പോകും? ഫസ്റ്റ് പോയിന്റ് ചോദിക്കുന്നവരെ അണ്ട് പോകും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി അടുത്ത സംഭവം എന്താ? ഞാനൊരു ലൈൻ വരച്ചു. അപ്പൊ എനിക്ക് ഈ ഒരു ലൈൻ മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ഇങ്ങോട്ട് ലൈൻ വരക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൂൾ ക്വിറ്റ് ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് ടൂളിനെ ക്വിറ്റ് ചെയ്യുക? എന്ററോ എസ്കേപ്പോ ചെയ്താൽ മതി. അതായത് ഒരു ടൂളിനെ ക്വിറ്റ് ചെയ്യാൻ, ഒരു ലൈനിനെ ക്വിറ്റ് ചെയ്യാൻ എന്റർ അല്ലെങ്കിൽ എസ്കേപ്പ് കീ യൂസ് ചെയ്യാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നിങ്ങൾ നോക്കിയേ, ഒരു 3 ഒബ്ജക്റ്റ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റിനെ ഡിലീറ്റ് ചെയ്യേണ്ടത് നമുക്ക് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം? കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്യാം നമുക്ക്. സെന്റർ ബട്ടൺ പുറകിലോട്ട് സ്ക്രോൾ ചെയ്താൽ സൂം ഔട്ടും, ഫ്രണ്ടിലോട്ട് സ്ക്രോൾ ചെയ്താൽ സൂം ഇന്നും ആണ്. ഞാൻ കുറച്ച് സൂം ഔട്ട് ചെയ്തതിന് ശേഷം കുറച്ച് പുറത്ത് കൊണ്ടുപോയിട്ട് ലെഫ്റ്റ് ബട്ടൺ സിംഗിൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് പിടിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് വിടുക. ലെഫ്റ്റ് സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലേക്ക് മൗസ് കൊണ്ടുവരിക. അപ്പൊ ഒരു ഗ്രീൻ കളർ സെലക്ഷൻ വരും. ഈ ഒബ്ജക്റ്റ് മൊത്തം കവറായി എന്ന് ബോധ്യപ്പെട്ടാൽ ഒന്നും കൂടെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് കൊടുക്കുക. ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാം. 2 ടൈപ്പ് സെലക്ഷൻ ഉണ്ട് ഓട്ടോക്കായിട്ടുള്ളത്, ഞാൻ പറഞ്ഞുതരാം. 1 ബൈ 1 ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. ഓക്കെ. ഇനി നമുക്ക് ഈ ലൈന് സ്ട്രെയിറ്റ് ലൈൻസ് ഒക്കെ വരക്കണം എന്ന് വിചാരിക്കും. അപ്പോ സ്ട്രെയിറ്റ് ലൈൻസ് വരയ്ക്കാൻ വേണ്ടി ഓട്ടോകാഡിൽ ഉപയോഗിക്കുന്ന ടൂള് ഓർത്തോ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അത് നിങ്ങൾ നല്ലോണം ഓർത്തോ. ഓർത്തോയുടെ ഷോർട്ട് കീ F8 ആണ്. അപ്പൊ ഇവിടെ ഓർത്തോ എന്ന് പറയുന്ന ഇത് സ്ട്രെയിറ്റ് ലൈൻസ് വരക്കാനാണെന്ന് മനസ്സിലായോ? ഓക്കെ. ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, അതായത് സ്ട്രെയിറ്റ് ലൈൻസ് വരക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. F8 ആണ് ഷോർട്ട് കീ എന്ന് പഠിച്ചു. ഈ F8 കൂടാതെ ഇവിടെ ഒരു സിമ്പൽ ഉണ്ട്. അങ്ങനെ ക്ലിക്ക് ചെയ്തിട്ടും ഓഫ് ചെയ്യലും ഓൺ ചെയ്യലും ചെയ്യാം. മനസ്സിലായോ? ഞാൻ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ ഓർത്ത് ഓഫ് ആയി, ഒന്നും കൂടെ ക്ലിക്ക് ചെയ്താൽ ഓൺ ആയി. പക്ഷെ നിങ്ങൾ പഠിച്ചു വെക്കുക, എപ്പോഴും ഷോർട്ട് കീ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ. ദെൻ ലൈൻ എടുത്തു. ഫസ്റ്റ് പോയിന്റ് ചോദിക്കുന്നു, ഇവിടെ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ് ചോദിക്കുമ്പോൾ നമ്മൾ അളവ് കൊടുക്കേണ്ടത്. ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക. 200 കൊടുത്ത് എൻ്റർ ചെയ്യാം. ഇപ്പൊ നീളം വരച്ചു. വീതി ഞാൻ കൊടുക്കുന്നത് ഒരു 100 ആണ്. 100 കൊടുത്ത് എൻ്റർ ചെയ്യുന്നു. വീണ്ടും ഇങ്ങോട്ട് ഡയറക്ഷൻ, നീളം 200. നിങ്ങൾ ഒന്ന് നോക്കിയേ, ഇവിടെ വളരെ സൂം ഔട്ട് ആയിട്ടല്ലേ ഒബ്ജക്റ്റ് ഉള്ളത്. നമ്മൾ സെന്റർ ബട്ടൺ ഫ്രണ്ടിലോട്ട് സ്ക്രോൾ ചെയ്ത് സൂം ഇൻ ചെയ്യുക. ഇനി കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്കാണ് ഒബ്ജക്റ്റ് ഉള്ളതെങ്കിൽ സെന്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, ഡ്രാഗ് ചെയ്ത് സെന്ററിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത്, അതായത് സെന്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഈ ഡ്രാഗ് ചെയ്ത് ഇതിനെ സെന്ററിൽ കൊണ്ടുവരുന്ന ഈ ഒരു ഫംഗ്ഷന്റെ പേരെന്താ? അതിനെ പറയാം പാൻ ചെയ്യുക എന്നാണ്. അതായത് ഇവിടെ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഈ ഒരു ഫംഗ്ഷന്റെ പേരാണ് പാൻ ചെയ്യുക എന്നുള്ളത്. ഒരു കൈയുടെ സിമ്പിളാണ് വരിക. ക്ലിയർ അല്ലേ? ദെൻ ഇവിടെ ഈ അളവ് 100 ആയതുകൊണ്ട് ഇവിടെ താഴേക്ക് 100 കൊടുത്താൽ മതി. 100 കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ക്ലോസ് ചെയ്താൽ പോരെ? ക്ലോസ് കൊടുക്കുക. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളത്, നമുക്ക് ഒബ്ജക്റ്റിന്റെ കൃത്യമായ പോയിന്റുകൾ ടച്ച് ചെയ്ത് മറ്റുള്ള ഒബ്ജക്റ്റുകൾ വരക്കലാണ്. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ പോയിന്റുകൾ ടച്ച് ചെയ്തിട്ട് മറ്റു പല ഒബ്ജക്റ്റുകൾ വരക്കാനുള്ള ഓപ്ഷനാണ്. അതിന്റെ പേര് ഓ സ്നാപ്പ് എന്നാണ്. എന്താണ് ഓ സ്നാപ്പ്? F3 ആണ് ഷോർട്ട് കീ. അപ്പൊ F3 ഓൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു സിമ്പിൾ ഓൺ ആയതുകൊണ്ടോ, അതാണ് ഓ സ്നാപ്പിന്റെ സിമ്പിള്. ഈ ഓ സ്നാപ്പിന്റെ പൂർണ്ണ രൂപം ഒബ്ജക്റ്റ് സ്നാപ്പ് എന്നാണ് കേട്ടോ. ഓക്കെ. അത് ഓണാക്കിയതിന് ശേഷം ഇവിടെ ഈ ഒരു ഏറോ മാർക്ക് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് സ്നാപ്പ് സെറ്റിംഗ്സിലേക്ക് വരിക.
ഇവിടെ കോമൺ ആയിട്ട് ഫസ്റ്റ് ടൈമിൽ നിങ്ങൾ AutoCAD ഉപയോഗിക്കുമ്പോൾ 1-2 ഓപ്ഷൻ മാത്രമേ ടിക്ക് ചെയ്തിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? സെലക്ട് ഓൾ വരിക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് ലൈൻ എടുത്ത് നോക്കി നിങ്ങൾ കണ്ടോ? ഈ കോർണറിൽ നിന്ന് ഈ കോർണറിലേക്ക് വരക്കാം, എങ്ങനെ വേണം വരക്കാം. ഇത് ഓർത്ത് ഓഫ് ആക്കിയാൽ നമുക്ക് ഏത് ആംഗിളിലും പോകും കേട്ടോ. ഏത് ആംഗിളിലേക്ക് ഓർത്ത് ഓഫ് ആക്കിയിട്ട് വരക്കാം. മതി എന്നുണ്ടെങ്കിൽ എൻ്റർ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിനെ ഡിലീറ്റ് ചെയ്യുന്നു. അടുത്തതായിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാൻ പോകുന്ന ഓപ്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകുന്ന ഓപ്ഷൻ ഡൈനാമിക് ഇൻപുട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. എന്താണ് ഡൈനാമിക് ഇൻപുട്ട്? സ്ക്രീനിൽ തന്നെ അതിന്റെ ഡിസ്റ്റൻസും ആംഗിളും വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് ഡൈനാമിക് ഇൻപുട്ട്. ഷോർട്ട് കീ F12 ആണ്. F12 ഞാൻ പ്രസ് ചെയ്തു. നമ്മൾ ലൈൻ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ സ്ക്രീനിൽ വന്നത് ഉണ്ടാവും. ഫസ്റ്റ് പോയിന്റ് ചോദിക്കുന്നു, ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഒരു ഡിസ്റ്റൻസ് എനിക്ക് വേണ്ടത് 500 ആണ്. അപ്പൊ 500 ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഈ 4 ഡിഗ്രി എന്ന് പറഞ്ഞ ആംഗിൾ എനിക്ക് ചേഞ്ച് ചെയ്ത് 0 ഡിഗ്രിയിലേക്ക് ആക്കണം. അപ്പൊ സെലക്ഷൻ എവിടെയാണ് ഉള്ളത്? ഈ 500 പറഞ്ഞ ലെങ്ത്തിലല്ലേ ഉള്ളത്? അപ്പോ ലെങ്ത്തിൽ നിന്നും സെലക്ഷൻ ആംഗിളിലേക്ക് മാറാൻ, സെലക്ഷൻ ഷിഫ്റ്റ് ചെയ്യാൻ ടാബ് പ്രസ് ചെയ്താൽ മതി. എന്ത് പ്രസ് ചെയ്താൽ മതി? ടാബ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ആംഗിളിലേക്ക് മാറി. ഇനി ആംഗിളിൽ നിന്ന് തിരിച്ച് ലെങ്ത്തിലേക്ക് വരാൻ വീണ്ടും ടാബ് പ്രസ് ചെയ്താൽ മതി. മനസ്സിലായോ? അങ്ങനെ ടാബ് പ്രസ് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റും. 0 കൊടുത്തിട്ട് എൻ്റർ ചെയ്യാം. ഞാൻ വീണ്ടും കൊടുക്കുകയാണ്. എനിക്കൊരു 200 പറഞ്ഞ ലെങ്ത് വേണം. ആംഗിൾ ഒരു 60 ഡിഗ്രി ആണ്. അപ്പൊ വീണ്ടും ടാബ് പ്രസ് ചെയ്യുക, 60 എന്ന് കൊടുക്കുക, എൻ്റർ ചെയ്യാം. ദെൻ വരച്ചു. ഒന്നും കൂടെ എൻ്റർ എസ്കേപ്പ് ചെയ്താൽ ടൂള് ക്വിറ്റ് ചെയ്യും. ക്ലിയർ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണല്ലോ. പിന്നെ കുറച്ച് ടൂൾസേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.